ദുരന്ത വാർത്ത കേട്ടാൽ ഓടിയെത്തുന്ന ഒരാളുണ്ട് പയ്യോളിയിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ ഹർഷാദാണ്. ഹർഷാദിനെ ഒന്ന് പരിചയപ്പെടാം. ബോഡി എടുത്തിട്ടുണ്ട്. അതായത് ഈ ആഴ്ചകൾ പയക്കുള്ള ബോഡി ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ സാറുണ്ട്, അഫീസ് സാറുണ്ട് കോഴിക്കോടല്ലേ, മുപ്പത് വിളിക്കും, മുപ്പത് ഞാൻ പോയി എടുക്കും. അത് നമുക്ക് അറപ്പും വെറുപ്പും തോന്നിയില്ല. ഒരു 8 ദിവസം 9 ദിവസം പയക്കുള്ള ബോഡി ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് എടുത്ത് എനിക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ട്രെയിൻ അവിടെ പറ്റിയൊക്കെ ഞാൻ പോയി എടുക്കല്. ദുരന്തമുഖമായ വയനാട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കാനും മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ എടുക്കാനും ഹർഷാദ് ദുരന്തഭൂമിയിലുണ്ട്. കോഴിക്കോട് പയ്യോളി ബീച്ച് റോഡിലെ സന്തോഷ് ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഈ യുവാവ് ദുരന്തബാധിതരെ സഹായിക്കാനും രക്തമാവശ്യമുള്ളവർക്ക് രക്തം നൽകാനും ഓടിയെത്തും. റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നതിൽ ഹർഷാദിന് യാതൊരു മടിയുമില്ല. കോളേജ് പഠനകാലം മുതൽ തുടങ്ങിയ രക്തദാനം 10 വർഷം പിന്നിടുകയാണ്. ഹർഷാദിൻ്റെ സഹായം തേടി ആരെങ്കിലും വിളിച്ചാൽ ജോലിയിലെ തിരക്കോ ജോലിയോ ഒന്നും പ്രശ്നമല്ല, നേരെ അങ്ങോട്ട് പോകും. ബേക്കറിൽ തൊഴിലാളിയുടെ കുറവ് പ്രശ്നമാവുമെങ്കിലും പരസ്പരം സഹകരിച്ച് ഹർഷാദിൻ്റെ പ്രവൃത്തിയെ പിന്തുണക്കാൻ ഉടമയും സഹജോലിക്കാരും ഒരേ മനസ്സാണ്. ജില്ലയിലെ ദുരന്ത നിവാരണ സേനയിലെ പയ്യോളി കോർഡിനേറ്റർ കൂടിയാണ് ഹർഷാദ്. കഴിഞ്ഞ ദിവസം രക്തദാന മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് തിരുവനന്തപുരം നടന്ന ചടങ്ങിൽ MM ഹസനിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തോടെ പോകുന്ന പരിപാടിയാണ് ബ്ലഡ് കൊടുക്കലും. അതിന് ആവശ്യമായ സംഗതിയെല്ലാം ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. എന്നിരുന്നാലും അവൻ്റെ ഒരു ആവശ്യം കൊണ്ടും ഒരു സമൂഹത്തിന് അവരുടെ സേവനം ആവശ്യമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല. അവൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നതിനുള്ള സന്തോഷം തന്നെയാണ്. അപ്പോൾ അവൻ്റെ ആവശ്യത്തിന് പോവുകയും ചെയ്യും. കോഴിക്കോട് രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചുരുക്കത്തിൽ രക്തദാനമായിട്ട് ബന്ധപ്പെട്ടാണ് പോക്ക്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു ഇങ്ങനെയുള്ള കരക്കടിഞ്ഞ ശവം അടിഞ്ഞിട്ടല്ലോ, അപ്പോൾ അന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണെങ്കിൽ എല്ലാവരും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിനുള്ളൊരു സമയം അവർ കണ്ടെത്തി കൊടുക്കുകയാണ്. എന്നിരുന്നാലും നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകട്ടെ. കഴിഞ്ഞ മാസം നമ്മളെ സാൻഡ് ബാഗ്സ് ഇല്ലേ, അവിടെ നിന്ന് ഷാഫി എന്ന് ഒരാൾ പോയിക്കുന്നു കടലിൽ. അപ്പോൾ 2 ദിവസം ഫുള്ളായിട്ട് നമ്മളവിടെ നിന്നിട്ട്, പക്ഷെ നമുക്കത് ജീവനോടെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും 2 ദിവസം ഫുള്ളായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ TDRF അംഗമാണ്, അതായത് ദുരന്ത നിവാരണ സേനയുടെ. നമ്മളിപ്പോൾ എവിടെയാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്, എവിടെ ഒരു മരണം ഉണ്ടാകുന്നത്, അവിടെ പോയിട്ട് പിന്നെ ₹1 പോലും വാങ്ങാണ്ട് ആ ബോഡി മൊത്തം എടുത്ത് മാറ്റി കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുതലാളികളുടെ ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട്. കാരണം ഏത് സമയത്തും ലീവ് വരുന്ന ആളാണ്. അതൊന്നും ഞാൻ നോക്കില്ല, അവൻ്റെതും കൂടി ഞാൻ കൈകാര്യം ചെയ്യും. നല്ല സപ്പോർട്ടാണ്. പക്ഷെ നല്ല കാര്യത്തിനല്ല, വേറെ ഒന്നുമില്ലല്ലോ, നല്ല കാര്യത്തിനാണ്. പയ്യോളിൽ നിന്ന് ഇപ്പം സെലക്ഷൻ കിട്ടിയത് ഒരു 12 ആളുണ്ട്. പക്ഷെ അവർ യൂണിഫോം കിട്ടിയിട്ടില്ല. ഈ മാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഫുൾ ടൈം വിളിച്ചപ്പോൾ ഇതുവരെ അങ്ങനെ പോയത് ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ നേരിട്ട് നോക്കി പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവുക. ഇതുവരെ അങ്ങനെ ഒരു തോന്നിയില്ല. നമ്മൾ വീണ്ടും കൊടുക്കാൻ തോന്നും. 3 മാസം കാണി കാത്തു നിൽക്കും. നെക്സ്റ്റ് ടൈമിൽ ഇപ്പം വിളിച്ച് വരുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു 250 ആൾക്കാർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ കോളേജിൽ പോയ സമയത്ത് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് ബ്ലഡിന് വേണ്ടിയിട്ട്. ആ സമയത്ത് കൊടുത്തു തുടങ്ങിയത്. പിന്നെ അത് എന്താ പറയുക, പോയ സമയത്ത് ഒരു മനസ്സ് സുഖം കിട്ടി. പിന്നെ അതിൽ തുടർന്നുകൊണ്ട് പോകുന്നു. ഒരു 10 വർഷം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ലീവ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പറയാൻ വിളിക്കും, ആ സമയത്ത് ഉണ്ടാക്കും, ഇവിടെ ലീവ് പറയും, ഇവിടുന്ന് പോകും തന്നെ. പിന്നെ ഇതുവരെ ഈ 10 വർഷം ഒരാൾ ₹1 വാങ്ങിക്കില്ല, മൊത്തമായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് കിട്ടിയത് ഞാൻ വാങ്ങലില്ല, ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതാണ്. നമുക്കൊന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പം മെനഞ്ഞാന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹർഷാദ് ദുരന്തഭൂമിയിൽ നിലകൊള്ളുകയാണ്.